വേനലവധി സമയത്ത് മക്കളെ ചേർത്തിരുത്തിയിട്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ 24 മണിക്കൂറും കച്ചവടം, 24 മണിക്കൂറും തിരക്ക്. ഈ തിരക്കെല്ലാം ഒഴിഞ്ഞിട്ട് മക്കളോടൊപ്പം ഇനി നിൽക്കാൻ എന്ന് കരുതിയാല് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും വന്ന അസുഖം വന്ന് മയ്യത്താവുള്ളൂ. ആരോഗ്യമുള്ള സമയങ്ങളിൽ മക്കളോടൊപ്പം ചേർന്ന് നിന്ന് എല്ലാ ദിവസവും ഒരു 20 മിനിറ്റെങ്കിലും മക്കളോട് സംവദിക്കുകയും അവരോട് ഗുണദോഷിക്കുകയും അവരുമായി നിന്നുകൊണ്ട് ആത്മീയമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ മക്കൾ വഴിപിഴച്ചു പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ മക്കളെ രക്ഷകർത്താവ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത്. മക്കളെ രക്ഷപ്പെടുത്തും. നിങ്ങളുടെ പോസ്റ്റിന്റെ പേരെന്താ? മാതാപിതാക്കൾ എന്ന പോസ്റ്റ് തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്? രക്ഷകർത്താവ് എന്നൊരു പോസ്റ്റ് ഉണ്ട്. രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രോഗ്രസ് കാർഡ് ഒപ്പിടാണ്ട് അവിടെ കൊണ്ട് 40 ഇതിനടി കൊണ്ട് ഒപ്പിട്ട് കൊടുക്കും, അതല്ല. രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിൽ നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തി സ്വർഗത്തിലെത്തിക്കുന്ന പണിയാണ് നിങ്ങളുടെ പണി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെറിയ പോസ്റ്റല്ല, വലിയ പോസ്റ്റാണ്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിച്ചോ എന്ന് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് കച്ചവടത്തിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് മക്കളെ ശ്രദ്ധിക്കാന്ന് കരുതിയാൽ മക്കൾ വഴിപിഴച്ചു പോയിട്ടുണ്ടാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ലും എന്ന് വേണ്ട അതിൽ താഴോട്ടും മുകളിലോട്ടുമുള്ള മക്കളൊക്കെ മാരകമാകുന്ന MDMA പോലെയുള്ള ലഹരി ഉപയോഗങ്ങൾ അടിമപ്പെടുന്ന കാലഘട്ടം, അതിനെ കച്ചവടക്കാരായി നിലകൊള്ളുന്ന കാലഘട്ടം, അതിന്റെ കരിയറായി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി വ്യഗ്രത പുലർത്തുന്നതാകുന്ന യുവാക്കൾ, യുവതികൾ. അതുകൊണ്ട് മക്കളെ നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് ഈ സമയം. വെക്കേഷൻ സമയം അവരോടൊപ്പം ചേർന്ന് നിൽക്കണം, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.